ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിക്കുന്നവരായിരിക്കും ഇവിടെയുള്ള ഓരോരുത്തരും അല്ലേ. തീർച്ചയായിട്ടും നമ്മളെല്ലാം 8 വേണ്ടി കാത്തിരിക്കുന്ന ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്ന് വളരെ പോപ്പുലറായിട്ട് മാറിയ രണ്ടുപേര് ഇത്തവണത്തെ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാവുന്ന കൗതുകകരമായ ഒരു കാഴ്ച അല്ലേ. അതായത് നമ്മുടെ അഖിൽ മാരാർ സീസൺ 5 വിന്നറായിരുന്നു അഖിൽ മാരാർ തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. അതായത് ബിഗ് ബോസിന്റെ സീസൺ 5 വിന്നറാണ്. ഒരുപക്ഷെ മലയാളം ബിഗ് ബോസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിട്ടാണ് അഖിലിനെ കാണുന്നത്. രണ്ടാമത് സീസൺ 4 മലയാളം ബിഗ് ബോസിൽ തരംഗം സൃഷ്ടിച്ച ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. റോബിനും ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്. റോബിൻ കൊല്ലം കുണ്ടറ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അതായത് രണ്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്, 2 സീസണുകളിൽ വന്ന വ്യത്യസ്തരായ രണ്ടുപേര്. അതിൽ റോബിൻ മലയാളം ബിഗ് ബോസിൽ തരംഗം സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നുവെങ്കിൽ അഖിൽ മാരാർ മലയാളം ബിഗ് ബോസിലെ ഒരു ക്ലാസിക് വിന്നർ ആയിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകപ്പെടുത്തുന്ന ഒരു വാർത്ത. അഖിൽ മാരാർ മത്സരിക്കുന്നത് 2020 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് NDAയുടെ ഭാഗമായിട്ടാണ്. റോബിൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് BJP അംഗമായിട്ടാണ്, BJP കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. NDAയുടെ ഭാഗം തന്നെയാണ്. അതാണ് ഇതിലെ മറ്റൊരു കൗതുകമുള്ള കാര്യം. അഖിലും റോബിനും മത്സരിക്കുന്നത് ഒരേ പൊളിറ്റിക്കൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ്. NDAയുടെ ഭാഗമായിട്ടാണ് അഖിൽ മാരാർ മത്സരിക്കുന്നത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കുന്നത്. എന്നാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികൾ ധാരാളം മത്സരിക്കുകയാണ്. അതിൽ തന്നെ ബിഗ് ബോസിൽ നിന്ന് വളരെയധികം പ്രേക്ഷക പിന്തുണ നേടിയ രണ്ടുപേര് മത്സരിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമായി തോന്നുന്നു. ഈ വിഷയത്തിലെ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.